മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ചൊവ്വാചരണം ഏറ്റെടുത്ത് നടത്തുന്നത് സീമ റജി എടത്തിനകത്താണ്. അവരുടെ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് കൊറോണ ബാധിതരെയും എല്ലാ അർത്ഥത്തിലും കൊറോണ രോഗം ബാധിച്ചവരെയും, കൊറോണ മൂലം തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നവരെ, മറ്റു തരത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിശുദ്ധ മാർഗസ്യ അയച്ചുകൊണ്ട് നമുക്ക് ഈ പിരിവിൽ പങ്കുചേരാം. ഇന്നത്തെ ലേഖനത്തിലൂടെ ഫിലിപ്പിയരോട് പറയുന്നത് എന്ന് നമ്മളോട് പറയുകയാണ്, പ്രഘോഷകന്റെ മനോഭാവത്തെക്കാൾ അവൻ പ്രഘോഷിക്കുന്ന സുവിശേഷത്തിന്റെ ഉള്ളടക്കമാണ് പ്രധാനപ്പെട്ടതെന്ന്. നമ്മളൊക്കെ കുറവുകളുള്ളവരാണ്, ബലഹീനതകളുള്ളവരാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതം, അതായത് വാക്കും പ്രവൃത്തിയും സുവിശേഷം പ്രഘോഷിക്കുന്നതാക്കുക എന്നുള്ളതാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പിരിവിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ചാകുന്ന കാരണത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വ്യത്യസ്തനായ വിശുദ്ധ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഈ ദിവസം വിശുദ്ധിയോടെ പരികർമ്മ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും, സൈന്യമെന്റെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കുമെന്നും. ദൈവമാണൻ പാലകൻ, നിയതമങ്ങേ വസതിയിൽ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സാദരമഖിലേശ നിന്നെ വണങ്ങുന്നു, ഈശോ മിശിഹായേ നിന്നെ നമിക്കുന്നു. മർത്യശരീരങ്ങൾ കരുളുന്നുത്ഥാനം, ആത്മാവിനും അതുപോൽ രക്ഷണമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും പ്രകൃതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിലെയും നാഥായ എന്നേക്കും. സ്വരമുയർത്തി വാഴ്ത്തുവിൻ, സകലരും പുകഴ്ത്തുവിൻ. നിത്യവും സജീവനാ നിഖില ലോകനാഥനേ, പാവനനാം അഖിലേശ, പാവനനാം ബലവാനേ, പാവനനാം അമർത്യനേ, കൃപ നീ ഞങ്ങൾക്കേകണമേ. സർവജ്ഞായ കർത്താവിന്റെ പരിപാലനം സകലങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെ പൂർണ്ണമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയരുടെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, സംഭവിച്ചതെല്ലാം സുവിശേഷത്തെ പ്രവർത്തിക്കാനുമായിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായിരുന്നു. പ്രിത്തോറിയം മുഴുവനും ശേഷങ്ങളാവർക്കും സുവിദിതമാണ്. മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധനത്തിൽ നിന്നും ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയപ്പെടാതെ ദൈവജനത്തെ സ്തുതിക്കാൻ അവർ കൂടുതൽ ശ്രദ്ധരായിരിക്കുന്നു. ചിലർ സ്വയം ആശ്ചര്യം നിന്നും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റൊരു സംബന്ധിച്ചോടെ പ്രസംഗിക്കുന്നു. ഇവ സ്നേഹത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. കാരണം സുവിശേഷത്തെ സംരക്ഷിക്കുന്ന ഞാൻ ഇത്തരമാണെന്ന് അവർക്കറിയാം. ആദ്യത്തെ കൂട്ടർ ലക്ഷ്യമാർച്ചന മൂലം എൻ്റെ ബന്ധത്തിൽ എനിക്ക് ദുഃഖപ്പെടുത്തിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ ഇത് ആത്മാർത്ഥതയോടെയാണെങ്കിലും കാവ്യത്തോടെയാണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ അവന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി
അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാതനകൾ ശ്രമിക്കണമേ. ഞങ്ങളുടെ ഇടവയുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മയായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിലങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവകൃപയ്ക്ക് അർഹരാവുകയും അങ്ങ് അനുഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാൽ അനുഗ്രഹിത്താൽ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താതനുമാകുപ്പോരാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൊത്തിടാം. പാവനമീ ബലിയിൽ ആദിയിലേപ്പോൾ എന്നേക്കും. ആമേൻ, ആമേൻ. സുതരുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ
ശക്തനാക്കട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. അഖില ചരാചര കർത്താവാം ദൈവത്തിനുബലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ രൂപികളുമായ ക്രോവന്മാരോട് ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. വാനവരഖിലം പാടുകയായി പാവനമാം തവ സന്നിധിയിൽ പൂജിതനെന്നും ബലവാനാം നാഥൻ ദൈവം
പരിശുദ്ധൻ, അവനിയും അതുപോൽ വിണ്ടലവും മുഖരിതമങ്ങേ ഗീതികളാൽ ദാവീദിൻ സുതനോശാന, ഉന്നത വീഥിയിലോശാന. തിരുനാമത്തിൽ വന്നവനും വാഗ്ദാനം പോൽ വരുവോനും പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും പലയരും മാതൃരുമായ ഈ ദാസർ നിന്റെ തിരുസന്ധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അഭിനയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ
ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ തിരുവിതാധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും, മാർ ടോണി മെത്രാന് വേണ്ടിയും, മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും, മറ്റെല്ലാ മെത്രാപ്പൊലീത്താമാർക്കും മെത്രാന്മാർക്കും വേണ്ടിയും, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും, പുരോഹിതന്മാർ, സന്യാസികളായ പ്രേക്ഷിതർ, മിഷണർമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, സമർപ്പിതർ, മതാധ്യാപകർ, വചനപ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും, അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും, വിശിഷ്യ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാറിയ ഔസേപ്പിതാവിന്റെയും മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ മോനീസിന്റെയും ഭാരതത്തിൽ നിന്നുള്ള എല്ലാ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ദൈവദാസന്മാരുടെയും ദൈവദാസികളുടെയും സ്തുതിക്ക് വേണ്ടിയും, വിശ്വാസികളുടെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മാതൃമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാട്ടിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാത്മകം കാത്തുനിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടിയും ഈ പ്രപഞ്ചത്തിനു വേണ്ടിയും, ഈ വിശുദ്ധ ബലിയിൽ ഓൺലൈനിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികൾക്കു വേണ്ടിയും, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹീറോയുടെയും ദേവതയോഗങ്ങൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരും ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നവരും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ നടത്തിയിരിക്കുന്നവരുമായ നിങ്ങൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്ക് വേണ്ടിയും, ഇന്നത്തെ നിയോഗങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയും, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, അവരെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള ചിഹ്നത്തിനു വേണ്ടിയും, എല്ലാ സന്യാസിനികൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് നല്ല ദൈവങ്ങൾ ധാരാളമായി ഉണ്ടാകാൻ വേണ്ടിയും, ഇവിടെ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയും, ഇപ്പോൾ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയും, അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയും, അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും, അവയിലെ എല്ലാ ദേവാസികൾക്കും ജീവനക്കാർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയും, വഴക്കും ദ്വേഷവുമുള്ള കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതിനു വേണ്ടിയും, കൂദാശാ ജീവിതത്തിൽ നടന്നു നിൽക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസാന്തരത്തിനു വേണ്ടിയും, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും കൗമാരക്കാർക്ക് വേണ്ടിയും, ചീത്ത കൂട്ടുകെട്ടുകളുടെയും ഈശ്വര പ്രസ്ഥാനങ്ങളുടെയും വഴിതെറ്റി നടത്തുന്ന എല്ലാ യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും തിരിച്ചുവിടവിന് വേണ്ടിയും, തൊഴിലില്ലാതെ കണ്ടുപിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടിയും, വിവാഹപ്രായത്തിൽ വിവാഹമാകാത്ത എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടിയും, മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും, വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയും, രോഗികൾക്ക് വേണ്ടിയും, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും, എല്ലാ തൊഴിലാളികളെയും വീട്ടുകൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും, ഞങ്ങളുടെ നാടിനു വേണ്ടിയും, ഞങ്ങളെ നയിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും മറ്റുദ്യോഗസ്ഥർക്കും വേണ്ടിയും, ഞങ്ങളുടെ നാടിനെ കാക്കുന്ന എല്ലാ
ഐസൊലേഷൻ ചികിത്സയിലും ക്വാറന്റൈനുമായിക്ക് വേണ്ടിയും വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും മറ്റ് അപകടങ്ങൾ മൂലവും ജീവിതം ക്ലേശമൂലമായിരിക്കുന്നവർക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന്റെ അന്നദാതാക്കളായ എല്ലാ കർഷകർക്ക് വേണ്ടി അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ആദ്യ കുർബാന സ്വീകരണത്തിനായി വരുന്ന ഞങ്ങളുടെ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പുഷിപ്പന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപ്പെട്ട ഈശോ മിശിഹാവ് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, നന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും പറയട്ടെ. കർത്താവെ, എളിയവരും വെളിയിലും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേയുള്ള നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചേ ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിയുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങയെ അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നുമേപ്പോൾ എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തോട് ദയവാണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിൽ മുഴുവനും ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ അധരങ്ങളെ പുറത്തുവരികയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും നൽകണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സ്വന്തം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വേദങ്ങളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സുരക്ഷിതമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ചവന്റെ വിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടവും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യാതിരേകത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ നല്ല വളരോടും നിന്റെ അഭീഷ്ട നിറവേറ്റുന്ന നീക്കുമാന്മാരോടും ഒരുമിച്ച് പറുദീസായി നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൻ തിരുമുമ്പിൽ വന്നാതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനേശുവേ, ദാസന്റെ സ്രഷ്ടാവിന്റെയും സാദൃശ്യം നീ നിനയ്ക്കുവിൻ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസവീണങ്ങളാൽ പാപമോചനം നേടി ധന്യരായി. വാനമേഘത്തിൽ നീ വരും നാളിൽ നിന്റെ ഏൽപ്പിനായി നിന്റെ മുൻപിൽ വരാനും വാനവ വൃന്ദമോത്തു നിരന്തരം നിൻ സ്തുതിഗീതം ആലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതിഗീതം ആലപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അന്തോനീസിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലിവഴിയാ നാഥൻ സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. ആമേൻ ആമേൻ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്മേൻ നഗരത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേൻ ആമേൻ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയയിലും നാഥൻ വരനിര
കുടിയേറി വിലയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴേക്കൂടാ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ നിത്യസൗഭാഗ്യത്തിന് മകുടവുമായി തരികെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, വിശുദ്ധ ചാവറപിതാവേ, വിശുദ്ധ മറിയ ത്രേസ്യായേ, വിശുദ്ധ യൂപ്രാസ്യാമേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.